അല്ലല്ല ശരിയല്ല മാധു, ഇത് ശരിയല്ല. ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. ഞാൻ നീ ഒന്നും പണയണ്ട. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണം തീരുമാനിക്കണം. ഞാൻ എന്ത് പറയണം തീരുമാനിക്കണം ഞാനാണ്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഇവിടെ ഗായത്രി ബാബു എന്ന് പറയുന്ന അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഇന്ന് കോടതിയിൽ നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോടി ഒഴിക്കും. ആ കുട്ടിയോട് മത്സരിക്കണ്ടെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ നാണം കിട്ടില്ലേ? തിരുവനന്തപുരം നഗരസഭയോല്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. ഞാൻ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജീവിക്കുന്ന ആളല്ല. നേരോ അമ്മച്ചിയാണ് നേരെ. താങ്കൾക്ക് AKG സെന്റർ എന്ന് താങ്കൾ പറയണ്ട. അതിന്റെ ഇടയ്ക്ക് AKG സെന്റർ എന്ന് പറഞ്ഞാൽ ചാനൽ 2 കയ്യിൽ കിട്ടുന്നതും താങ്കൾ കരുതണ്ട. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം. ഏത് മേയറായാലും മനസ്സിലായോ? ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. അല്ല താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച ഭാഷ മര്യാദയ്ക്ക് താങ്കൾ സംസാരിക്കണം. ഈ കാണിച്ചിട്ടിരിക്കുന്ന പേര് തെമ്മാടി തരുമെന്നാ. നഗരസഭയുടെ മേയറായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾ മര്യാദയ്ക്ക് സംസാരിക്കണം. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. എന്തൊക്കെ വന്നിരുന്ന് പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി ധാരണ. ഞാൻ മാത്രമല്ല അവരെല്ലാവരും എന്റെ അമ്മയെ നാട്ടിച്ച്. ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി ഈ രാജ്യത്ത്. പോടാ വീട്ടിൽ പോടാ. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ. തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ഒരു ചർച്ചയിൽ വന്നിരുന്നാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽ കാര്യമുണ്ട്. എനിക്കറിയില്ലായിരുന്നു.